നമുക്കിനി അന്താരാഷ്ട്ര വാർത്ത പരിശോധിച്ച് കഴിഞ്ഞാൽ ഗാസയിലേക്കാണ്. ഗാസയിൽ അങ്ങനെ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. അങ്ങനെ നരഹത്യ ഏറുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ 2 ദിവസം നടന്ന ആക്രമണത്തിൽ 70-ലധികം പേരാണ് കൊല്ലപ്പെട്ടത് എന്ന ഒരു വാർത്ത വരുന്നു. മാത്രവുമല്ല, ഈ സഹായഹസ്തവുമായി പോകുന്ന കപ്പലുകളെ പോലും കൂട്ടമായി ആക്രമിക്കുന്നു എന്ന വല്ലാത്തൊരു ദയനീയ ഒരു അവസ്ഥയിലേക്ക് കൂടി എത്തുമ്പോൾ അതിന്റെ അപ്ഡേഷൻസ് നോക്കാം. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും സൗമ്യ കൃഷ്ണൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സൗമ്യ, നമ്മൾ പറഞ്ഞു വന്ന കഴിഞ്ഞ ദിവസമൊക്കെ ഇതിന്റെ അപ്ഡേഷൻസ് പറയുമ്പോൾ അതിഭീകരമായ അതേ കാഴ്ചകൾ തന്നെയാണോ അവിടെ ഉള്ളത്? കുഞ്ഞുങ്ങളുടെ അവസ്ഥ, പലായനം ചെയ്യുന്നവരുടെ അവസ്ഥ, അവിടേക്ക് സഹായഹസ്തവുമായി പോകുന്ന ആളുകളെ പോലും വെറുതെ വിടാത്ത അങ്ങേയറ്റത്ത് അത്യന്ത ഹീനമായ പ്രവൃത്തികൾ. അപ്പോൾ അത് തുടരാൻ തന്നെയാണോ സാധ്യത? ഏറ്റവും നിർണായകമായ കാര്യം, ട്രംപ് മുന്നോട്ട് വെച്ച ഒരു 20 ദിന സമാധാന പദ്ധതിയൊക്കെ ചർച്ച ചെയ്യുകയാണ്. ഒരുപക്ഷെ ഹമാസ് അത് അംഗീകരിക്കില്ലായിരിക്കും. എല്ലാവർക്കും അറിയുന്ന പോലെ ഹമാസ് അത് അംഗീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിൽ പോലും ചർച്ചകൾ നടക്കുകയാണ്. ഒരു സമാധാന ചർച്ചയ്ക്ക് സാധ്യത മുന്നിൽ തുറന്നു കിടക്കുമ്പോഴും ഇസ്രായേൽ അതിക്രൂരമായ നടപടികളിലേക്ക് തന്നെ നീങ്ങുകയാണ്. ഗസ സിറ്റി പൂർണ്ണമായും ഒഴിപ്പിക്കുക എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാകുന്ന ഇസ്രായേലിന് മുന്നിലുള്ള ഒരു നീക്കം. അതിനുവേണ്ടി അൽ റാഷിദ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇടനാഴി അവർ അടച്ചിരിക്കുകയാണ്. അതായത് ഗസയിൽ ഇനി അവശേഷിക്കുന്നവരെല്ലാം ഭീകരവാദികളായി കാണും എന്നുള്ളതാണ് ഈ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് ഇത് അവസാനത്തെ ഒരു മുന്നറിയിപ്പാണ്, ലാസ്റ്റ് വാർണിംഗ് ആണ്. ഇനി ഇവിടെ നിന്നും ഈ തെക്കൻ അതിർത്തിയിലേക്ക് നീങ്ങുക, അവിടെ ഈ ഗസ സിറ്റി പൂർണ്ണമായും ഒഴിയുക. അതിനുവേണ്ടി അൽ റാഷിദ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇടനാഴി, എല്ലാവരും കടന്നു പോകുന്ന ഈ പലായനം ചെയ്യാൻ പ്രധാനപ്പെട്ട ഒരു പാതയാണിത്. ഈ ഇടനാഴി പൂർണ്ണമായി അടച്ചിരിക്കുന്നു. ഗസ സിറ്റി ആകെ വളഞ്ഞിരിക്കുകയാണ് സൈന്യം. ആ തരത്തിൽ ഗസ സിറ്റി പൂർണ്ണമായും ഒഴിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് അവർക്ക് മുന്നിൽ. അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ രജി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കപ്പലുകൾ, ഗ്രേറ്റ തൻബർഗ് ഉൾപ്പെടെയുള്ള ആക്ടിവിസ്റ്റുകൾ ഇവർക്ക് വേണ്ട സഹായ വസ്തുക്കളുമായി വരുന്ന കപ്പലുകൾ ആക്രമിക്കപ്പെടുകയാണ്. കപ്പലുകളിലുള്ളവരെ ഡീറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. ആ കാര്യത്തിൽ കൊളംബിയൻ പ്രസിഡന്റ്, അതുപോലെ തന്നെ മലേഷ്യൻ കണക്ടിവിറ്റി പൂർണ്ണമായും നഷ്ടപ്പെടുത്തുക, ഒരു തരത്തിലുള്ള സഹായം റെഡ് ക്രോസ് അവിടെ നിന്നും പിന്മാറി. അതായത് ഈ സൈന്യം ഈ ആക്രമണം കടുപ്പിച്ചതോടുകൂടി റെഡ് ക്രോസ് പിന്മാറി. കഴിഞ്ഞ ദിവസം മറ്റ് ഡോക്ടേഴ്സിന്റെ സംഘടനകളെല്ലാം തന്നെ അവിടെ നിന്നും താൽക്കാലികമായെങ്കിലും അവരുടെ പ്രവർത്തനം നിർത്തിയേക്കണം. സ്വാഭാവികമായും അവരുടെ സുരക്ഷ അവർക്ക് ഉറപ്പാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊക്കെ പിന്മാറിയിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള സഹായവും ഗസയിലുള്ള മനുഷ്യർക്ക്, അവസാനത്തെ ഒരു കൂട്ടം ജനങ്ങൾ അവിടെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു തരത്തിലുള്ള സഹായവും ലഭിക്കരുത്, അവരെ ആക്രമിക്കുക. അതേസമയം തന്നെ അവരെ പലായനം ചെയ്യാനുള്ള എല്ലാ വഴികളും അടച്ചുകൊണ്ടാണ് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നത്. ഒരു പക്ഷേ അവർക്ക് ഏറ്റവും സുരക്ഷിതമായി പലായനം ചെയ്യാൻ പറ്റുന്ന വഴികളെല്ലാം അടയ്ക്കുക, അല്ലെങ്കിൽ അവിടെയൊക്കെ ഏറ്റവും അപകടകരമായ സാഹചര്യം ഉണ്ടാക്കുക, എന്നിട്ട് അവരോട് പലായനം ചെയ്യാൻ ആവശ്യപ്പെടുന്ന ഒരു അതിക്രൂരമായ നടപടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് സഹായവസ്തുവുമായി വന്ന ഈ കപ്പൽ കൂട്ടത്തെ ആക്രമിച്ചു. ഗ്രേറ്റ തൻബർഗ് ഉൾപ്പെടെയുള്ള ഈ ആക്ടിവിസ്റ്റുകളെ ഡീറ്റെയിൻ ചെയ്തു. മാത്രമല്ല ഈ കൂട്ടത്തിൽ കൊളംബിയയിൽ നിന്നും മലേഷ്യയിൽ നിന്നും ഒക്കെയുള്ള ആക്ടിവിസ്റ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ ആ രാജ്യങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ അതിൽ അപലപിച്ചിട്ടുണ്ട്. അവർ അത്തരത്തിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്.